ബേപ്പൂരിൽ തോണി മറിഞ്ഞ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. പരപ്പനങ്ങാടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. കെ വി രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഈ തോണിയിലുണ്ടായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തിയോ? ആര്യ, ഏറ്റവും ആശ്വാസം എന്നത് അപകടത്തിൽപ്പെട്ട 4 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഇവര് ചാലിയത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയതാണ്. മീൻപിടുത്തം കഴിഞ്ഞ് മത്സ്യവുമായി തിരിച്ചു വരുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. ബേപ്പൂർ പുളിമുട്ടിന് സമീപത്ത് വെച്ച് തിരയിൽപ്പെട്ട് തോണി മറിയുകയാണ് ഉണ്ടായത്. പിന്നീട് ഏതായാലും പരപ്പനങ്ങാടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വന്ന തൊഴിലാളികൾ അവരിത് കാണുകയും അവരാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത്. 4 പേരെയും പിന്നീട് അവരുടെ വള്ളത്തിൽ പരപ്പനങ്ങാടി ഭാഗത്തേക്ക് തുറമുഖത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും അവർക്ക് അങ്ങനെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസിൻ്റെയൊക്കെ ബോട്ട് സ്ഥലത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ബേപ്പൂരിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ തന്നെ ചേരുന്നുണ്ട്. ഇവരൊക്കെ കണ്ടു നിൽക്കുകയാണ് പുളിമുട്ടിന് സമീപത്ത് തോണി മറിയുകയും ചെയ്യുന്നത്. അല്ലേ, കുറേ സമയം കൊണ്ടാണ് രക്ഷപ്പെടുത്തി 9 മണിക്ക് അവർ വള്ളം മറിയാൻ നേരത്തെ അവിടെ ഞാൻ ഉണ്ടായിരുന്നു. ബേപ്പൂർ പുളിമുട്ടും വരി അവർ വള്ളം താഴേക്കിങ്ങനെ മറിഞ്ഞു പോയപ്പോൾ അവർ നീന്തി രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. രക്ഷപ്പെടാൻ നേരത്തെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഫിഷറീസ് ബോട്ടിനെ വിസിറ്റ് വന്നപ്പോൾ അവർക്ക് പോസ്റ്റൽ പോലീസിൻ്റെ ബോട്ട് അവർ വിളിച്ചപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അങ്ങനെ അവിടുന്ന് വന്ന ഒരു മത്സ്യത്തൊഴിലാളി ബോട്ട് വന്നിട്ടാണ് ഈ 4 പേരെ എടുത്തു കൊണ്ടുപോയത്. അപ്പോഴത്തെ അവർ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് പോയി നല്ല വെള്ളമൊഴുക്കിയ സമയത്തുണ്ടായിരുന്നു. അടിപൊളി വെള്ളമൊഴുക്കാണ്. അപ്പോൾ ഇവിടെ ഫിഷറീസ് ബോട്ടുണ്ട് എന്താ കാര്യം എന്നാണ് നമ്മൾ ചോദ്യം. ഒരു മത്സ്യത്തൊഴിലാളി അപകടം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയൊരു ബോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു ബോട്ടോ മത്സ്യത്തൊഴിലാളി പണിക്ക് പോയി അവരുടെ ജീവന് അപകടത്തിലാണ്. ഫിഷറീസും കോസ്റ്റൽ പോലീസ് ബോട്ടും ഒന്നും ചെയ്തില്ല. ഒന്നും സമയത്ത് ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആ സമയത്ത് എത്തിപ്പെട്ടില്ല. ആ സംഭവ സ്ഥലത്ത് അപ്പോൾ അങ്ങനെ ബോട്ടിനെ വിളിച്ച് ഞാൻ ആ സമയത്ത് പുളിമുട്ടി മേലെ തലക്ക് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. അവരെ കൈയോട് മാടി. ഇപ്പോൾ 2 പേരെ ആൾക്കാർ ബേപ്പൂരിൽ 2 പേരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ബോട്ട് വിട്ടെന്ന് പറഞ്ഞു. ബോട്ട് അവർ ഇങ്ങോട്ട് കടലായിട്ട് അവർക്ക് കയറാൻ കഴിയില്ല. അപ്പോഴത്തെ സമയം 3/4 മണിക്കൂർ കഴിഞ്ഞ് അപ്പോഴത്തെ അവൾ ഒഴിക്കൽ പോയിട്ട് അവർ കുറേ പുറത്തേക്ക് എത്തിപ്പോയി. ആ സമയത്തല്ലേ ഞാനിവിടെ ഉണ്ട്. അവർ നീന്തി കൊണ്ട് നിൽക്കണം. അവർ 4 പേരും കൂടെ കൈ ഇങ്ങനെ പിടിച്ചാണ് 4 പേരും ഒന്നായിട്ട് കൂടി ഇങ്ങോട്ട് നിൽക്കി നീന്തി കൊണ്ട് പോകണം. അത്ര തന്നെ അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഇവിടെ ബോട്ട് അപകടം ഉണ്ടായാൽ മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുത്താൻ ഇവിടെ ഒരു സാധനവും ഇല്ല. ഇവിടെ സുരക്ഷിത ഇവിടെ നിന്ന് ഈ കടൽ ക്ഷോഭം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും വരില്ല. ഈ കടലിൽ തോണി ഉണ്ടായി അപകടം ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാനില്ല. ഇവിടെ മത്സ്യത്തൊഴിലാളിക്ക് എന്താ അപകടം ഉണ്ടായി ഈ ബോട്ട് വന്ന് കിടക്കാൻ നിയമം പാസ്സാക്കണം. ഇവിടെ ബോട്ട് മറിഞ്ഞ് കവുന്ന് കിടന്നിട്ട് കാര്യമില്ല. അതിന് മുന്നേ രക്ഷപ്പെടുത്താൻ വേണ്ടി ബോട്ടോ തോണി എന്തെങ്കിലും വരണം. ഇവിടെ ഈ പുളിമുട്ടിനോട് ചേർന്ന് ഇങ്ങനെ തുടർച്ചയായി അപകടം ഉണ്ടാകുന്നുണ്ടോ? തുടർച്ചയായിട്ട് ഇപ്പോൾ അപകടം ഇപ്പോൾ കൂടുതലായിട്ട് 4 ഇപ്പോൾ വരുന്നത്. ഇവിടെ കൂടുതലായിട്ട് പറയാൻ 4 തോണി മറിഞ്ഞു. ഇവിടെ ഈ 2 മാസം ഈ ട്രോളിങ് സമയത്ത് ഈ ഫിഷറീസും കോസ്റ്റൽ പോലീസിലും കൂടുതലായിട്ട് എൻ്റെ ഒരു നിഗമനം വെച്ച് നോക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു ചാൻസ് കോസ്റ്റൽ പോലീസിലേക്ക് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്കാണ് ഇതിന് ചാൻസ് കൊടുക്കേണ്ടത്. ഈ 2 മാസം കൂടുതലായിട്ട് കടൽക്ഷോഭമുള്ള സമയമാണ്. അപ്പോൾ കടൽ അറിയുന്ന ആളുകളെ കുറിച്ച് അതിൽ ബന്ധപ്പെട്ട ആളുകൾ അതിനെപ്പറ്റി തീരുമാനം എടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്കൊരു കറക്റ്റ് ചാൻസ് അതിൽ കൊടുക്കണം. എന്നാലേ ഈ കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷിക്കാനും അതിനുള്ള രക്ഷാപ്രവർത്തനത്തിന് കൂടുതലായിട്ട് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ മത്സ്യത്തൊഴിലാളികൾക്ക്. അല്ലാണ്ട് കൂടുതലായിട്ടും ഈ തുടർച്ചയായി കടലിൽ പോകുന്നവരാണല്ലോ. ഇതിപ്പോൾ നമ്മുടെ ഈ പുളിമുട്ടിനോട് ചേർന്ന് ഇങ്ങനെ അപകടങ്ങൾ കൂടാൻ എന്താ കാരണം? അവിടെ കൂടാനെന്ന് പറയുമ്പം ഇത് തന്നെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പണിക്ക് പോയി വരുന്ന സമയത്ത് ഈ 2 മാസ ടൈമിനും എപ്പോഴും ഫിഷറീസ് ബോട്ട് ഇവിടെ ഉണ്ടാവണം. എന്തായാലും എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി ഓരോ പിടിക്കാനും കഴിയുള്ളൂ. ഇപ്പോൾ 4ാമത്തെ അപകടമാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷറീസിൽ പോട്ട ആൾക്കാർ ആരെയും പിടിച്ച് കയറ്റിയിട്ട് കാര്യമില്ല. കടലോട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അതിനകത്ത് ഉണ്ടെങ്കിൽ ഓർക്ക് കടലിനെ കുറിച്ച് അറിയാം. അപ്പോൾ എന്താക്കും ഒരു എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പറയാം ഇന്ന രീതിക്ക് പോര് ആ രീതിക്ക് വന്ന് ആളെ പിടിച്ചോ ആളെടുത്തോ അല്ലെങ്കിൽ സാധനം കഴിച്ചിലാക്കിയോ എന്നുള്ളൊരു അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടാവും. ഇത് നമുക്ക് അവിടെ പറയാൻ ആളില്ലാതെ ആരെങ്കിലും പിടിച്ച് കയറ്റിയിട്ട് ഒരു ഫിഷറീസ് ബോട്ട് അല്ലെങ്കിൽ ഒരു മറ്റേ ബോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഒരു ഫിഷറീസ് ബോട്ടോ ഒരു കോസ്റ്റൽ പോലീസ് ബോട്ടോ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ കാലവർഷമാണ് കാരണം. കാലവർഷമാണ് പ്രധാന കാരണം. ഈ 2 മാസം നമുക്ക് ശ്രദ്ധിക്കുന്ന മാസമാണ്. പക്ഷെ അതേ സ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി കടലിൽ പോകരുതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പോകാണ്ട് നിൽക്കുന്ന ദിവസങ്ങളുണ്ട്. പിന്നെ ചില ടൈമിൽ നമ്മളെ ബുദ്ധിമുട്ട് കാര്യം കൊണ്ട് നമ്മൾ കടൽ പണിക്ക് പോയിട്ട് 10 രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കുറച്ച് കടലും കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് അതിനകത്ത് പോയി കഴിച്ചിലായി വരുന്ന സമയമുണ്ട്. അതുപോലെ സംഭവിക്കുന്നതിലുണ്ട്. ഇല്ല നമ്മളൊന്നും പറയാൻ പറ്റില്ല. ഇവിടുന്ന് ബേപ്പൂരിന്ന് പരപ്പനങ്ങാടി തീരത്തേക്ക് എത്ര ദൂരമുണ്ട്? പരപ്പണി ഒരു 8 കിലോമീറ്റർ ഉണ്ടാവും. അല്ലേ സംസു? 8-9 കിലോമീറ്റർ. നോട്ടിക്കൽ വെച്ച് നോക്കിയാൽ ഒരു 4 നോട്ടിക്കൽ ഉണ്ടാവും. കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 8 കിലോമീറ്റർ 8-9 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അതാണ്. പിന്നെ ഹാർബർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു തുറമുഖമുള്ള ലേസം ഇതായിട്ട് ബാക്കി പിന്നെ ഉള്ളത് ദൂരങ്ങളാണ്. ഒന്ന് കൊയിലാണ്ടിയാണ്. അവിടെ നമുക്ക് കടൽക്ഷോഭ സമയത്തൊന്നും പോയി കയറാനൊന്നും കഴിയില്ല.
പിന്നെ ഉള്ളത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ താന്നൂരാണ്. പുതിയപ്പോൾ ചെറിയ ഹാർബറാണ്, പിന്നെ വെള്ളയിലും ചെറിയ ഹാർബറാണ്. ഇതാണ് നമ്മൾ പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഇവിടെ എടുക്കുന്ന മണ്ണുണ്ട്, കുറേ മണ്ണ് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്, ചളി. ആ ചളി എടുത്തുകൊണ്ട് കൊണ്ടിരുന്ന് നേരെ നമ്മളെ പുളിമുട്ടത്തെ കമ്പനിക്കാണ്. അവിടെ അത് പോയി കിടക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഇതൊന്ന് ഒരു തീരുമാനമാക്കിയാൽ മത്സ്യത്തൊഴിലാളിക്ക് ഇവിടുന്ന് പോകുന്ന മത്സ്യത്തൊഴിലാളിക്ക് ലേസം സമ്മാനം കിട്ടും. ഏതായാലും ആര്യ അവരെ രക്ഷപ്പെടുത്തിയെന്നത് തന്നെയാണ് വലിയ ആശ്വാസകരമായ കാര്യം. ഇവിടെ ഇങ്ങനെ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിനൊക്കെ എത്തേണ്ട കോസ്റ്റൽ പോലീസിന്റെ ബോട്ടും ഫിഷറീസിന്റെ ബോട്ടും പ്രവർത്തനത്തിൽ യാതൊരു കാര്യക്ഷമമല്ല എന്നുള്ള പരാതി കൂടിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ശരി, കെ വി രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.